ഇനി പറയാൻ പോകുന്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളിൻ്റെ അല്ല ഒരു കൂട്ടം ആളുകളുടെ നന്മയെക്കുറിച്ചുള്ള ഒരുപാട് ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ആ ഒരു പരമ്പര തുടരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി കുറേ അധികം ആളുകൾ ചേർന്ന് ഒരു ബസ് വാങ്ങുന്നത് അത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടല്ലേ. സ്കൂൾ PT അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ഇടപെട്ട് അങ്ങനെ ബസ്സോ അല്ലെങ്കിൽ വാഹനമൊക്കെ വാങ്ങി നൽകുന്നതൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇവിടെ അവിടുത്തെ അധ്യാപകർ മാത്രം അവരുടെ ഒരു ഫണ്ട് നീക്കി വെച്ചുകൊണ്ട് കുട്ടികൾക്കായി ഒരു വാഹനം ഒരുക്കിയതാണ് ഇനി കാണുന്നത്. മലപ്പുറം കൊണ്ടോട്ടിക്കടുത്ത് നെടിയിരിപ്പ് ചിറയിൽ സർക്കാർ UP സ്കൂളിലെ അധ്യാപകരാണ് ഇങ്ങനൊരു വലിയ ഒരു ദൗത്യം ഏറ്റെടുത്ത് അത് നിർവഹിച്ചത്. അവിടുത്തെ കുട്ടികൾക്കായി ഇതാ മനോഹരമായൊരു കൊച്ചു വണ്ടി അധ്യാപകർ അവരുടേതായ ഫണ്ട് കണ്ടെത്തി വാങ്ങി വിദ്യാർത്ഥികൾക്കായി സമ്മാനിച്ചിരിക്കുകയാണ്. LKG കുട്ടികളടക്കമുള്ള കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നതിനും വേണ്ടി നമുക്കൊരു സൗകര്യമില്ലാത്തപ്പോൾ പ്രൈവറ്റ് വാഹനങ്ങളിലായിരുന്നു കുട്ടികൾ വന്നിരുന്നത്, ടാക്സി വാഹനങ്ങളിൽ. ആ പ്രയാസം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മളെ സ്കൂളിലെ 60ഓളം അധ്യാപകരാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിന് നേതൃത്വം നൽകുന്നത്. അവരുടെ വരുമാനത്തിൽ നിന്ന് സ്വരൂപിച്ച സംഖ്യ ഉപയോഗിച്ചിട്ടാണ് ഈ വാഹനം വാങ്ങിയിട്ടുള്ളത്. 7,35,000 രൂപ ആണ് ഇതിന് റോട്ടിലിറക്കാൻ ഞങ്ങൾക്ക് ചിലവായത്. ആ ഒരു സംഖ്യ സ്വരൂപിക്കാൻ ഇവിടുത്തെ അധ്യാപകർ തന്നെ മുൻകൈയെടുത്തു എന്നതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും സന്തോഷകരമായ ഒരു വസ്തുത. ഈ ചെറിയ റോഡുകളിലൂടെ എത്തിപ്പെടാൻ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള കുട്ടികൾക്ക് വരാൻ ഒരു സൗകര്യം ഒരുക്കുക എന്നുള്ളത് വളരെ നാളായിട്ടുള്ള നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന അധ്യാപകരുടെയൊക്കെ സഹായത്തോടു കൂടി ഒരുപാട് തുകകൾ അവർക്ക് കഴിയുന്ന തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള തുകകൾ സ്വരൂപിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഒരുക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അരുൺ അമർനാഥ് അതിനെക്കുറിച്ച് നമ്മളോട് പറയും. അരുൺ, എല്ലാവരും കൂടെ ചേർന്നത് അവരുടെ ഒരു കുട്ടികൾക്ക് വേണ്ടി അധ്യാപകർ സമ്മാനിക്കുന്നതാണ്. അതേ സൂക്ഷ്മതയോടെ കുട്ടികളും പൊന്നുപോലെ ആ വാഹനത്തെ നോക്കട്ടെ. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ്. ദിവേശ്, അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പല കഥകൾ, രസകരമായ കഥകൾ നമ്മൾ കാണാറുണ്ടല്ലേ. ഇവിടെ ഈ അധ്യാപകർക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. വിദ്യാർത്ഥികളുടെ പഠിപ്പ് തന്നെ ഇല്ലാതാകാൻ അല്ലെങ്കിൽ അവർക്ക് പഠിപ്പ് പ്രതിസന്ധിയിലാകാതിരിക്കാൻ മുന്നിട്ടിറങ്ങുന്ന അധ്യാപകരാണ്. അതായത് ഈ കൊണ്ടോട്ടി നെടിയിരിപ്പ് ചിറയിൽ UP സ്കൂളിലേക്ക് 2 സ്കൂൾ ബസ്സുകൾ മാത്രമാണുള്ളത്. ഒപ്പം തന്നെ വീതി കുറഞ്ഞ വഴി കൂടിയാണ്. അതിൻ്റെ പ്രതിസന്ധികളുണ്ട് പല മേഖലയിലേക്കും. ആ മേഖലയിൽ നിന്ന് എത്തുന്ന കുട്ടികൾക്ക് അവിടെയാണ് അധ്യാപകർ തന്നെ മുൻകൈ എടുത്ത് പിരിവിട്ട് ഒരു വാഹനം വാങ്ങി സ്കൂളിന് നൽകുന്നത്, വിദ്യാർത്ഥികൾക്കായി സമർപ്പിക്കുന്നത്. അത് നമുക്ക് കേവലം ഒരു പ്രവർത്തനത്തിനും അപ്പുറത്തേക്ക് അധ്യാപകൻ എന്ന ഒരു ധാർമ്മിക ബോധം കൂടി. എന്താണ് ഞങ്ങളുടെ ലക്ഷ്യം? വിദ്യ എന്നുള്ളതാണ്. അതാർക്കും മുടങ്ങരുത് എന്നുള്ളൊരു ലക്ഷ്യം തീവ്രമായി തന്നെ മനസ്സിൽ കൊണ്ടടക്കുന്ന അധ്യാപകരാണ്. അപ്പോൾ 50 പേര് ഒരുമിച്ചാണ് ഇത്തരത്തിൽ പിരിവിട്ട് വാങ്ങിയ അധ്യാപകർ ആ ബസ് സ്കൂളിന് സമർപ്പിക്കുകയാണ്, വിദ്യാർത്ഥികൾക്കായി സമർപ്പിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഒരു ഇഴയടപ്പവും ബന്ധവും ഒക്കെ തന്നെ നമ്മൾ കാണുന്ന കാഴ്ച പോലെ തന്നെയാണ് ഈ കാഴ്ചയും. കാരണം വിദ്യാർത്ഥികൾക്ക് അത് വലിയൊരു ഊർജ്ജമാകും. കാരണം പല തടസ്സങ്ങളാൽ സ്കൂളിലേക്ക് എത്തിപ്പെടാനൊക്കെ പല മഴക്കാലത്തിൻ്റെ ഒക്കെ പ്രതിസന്ധി ഉള്ളപ്പോൾ പഠിപ്പ് മുടങ്ങരുത് എന്നൊരു നിശ്ചയദാർഢ്യം അവിടെയുണ്ട്. ആ നിശ്ചയദാർഢ്യത്തിനും അപ്പുറത്തേക്ക് വിദ്യാർത്ഥി അധ്യാപക ബന്ധം അവിടെയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല കാഴ്ചകൾ തന്നെയാണ് നമുക്ക് വിദ്യാലയത്തിൽ നിന്ന് ഇനിയും കാണേണ്ടത്. ഈ അധ്യാപകർക്ക് എന്തായാലും അവർക്ക് ഒരു 100 മാർക്ക് തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. അത് വിദ്യാർത്ഥികളുടെ വകയാണ്. 100 മാർക്കും 100 കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആശംസകൾ നേരെയാണ്. അപ്പോൾ മനോഹരമായി സന്തോഷത്തോടെ ആ യാത്ര ആ വാഹനത്തിന്റെ യാത്ര തുടരട്ടെ.